ബംഗാൾ ഉൾക്കടലിൽ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. ഒരു മണിക്കൂർ മുൻപ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് നൽകുന്ന തത്സമയ വിവരങ്ങൾ. റഹീസ്, ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ, പക്ഷേ അത് വലിയ പേടി വേണ്ട ഇതില്ല എന്ന കാര്യം കൂടി കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചതാണ്. അപ്പോൾ അതിലെന്താണ് പുതിയ എന്തെങ്കിലും അപ്ഡേറ്റിലുണ്ടോ? പരമാവധി വേഗം അത് 65 കിലോമീറ്റർ വരെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെയായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെയാണോ ഇപ്പോഴും? അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 2:30-ക്ക് ശേഷമാണ് ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതായി ഔദ്യോഗികമായൊരു സ്ഥിരീകരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വിൻഡ് ഷിയർ പ്രതിഭാസം മൂലം ചുഴലിക്കാറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ശേഷം ഇന്ന് രാവിലെയോടുകൂടി ചുഴലിക്കാറ്റ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു. ശേഷം ഇപ്പോൾ ഒരു 2:30-ക്ക് ശേഷമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതായി ഔദ്യോഗികമായ വിവരം ലഭിക്കുന്നത്. നിലവിൽ ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഉണ്ടാകേണ്ടതില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഇതൊരു അതിതീവ്ര ചുഴലിക്കാറ്റായി, വലിയ ചുഴലിക്കാറ്റായി മാറില്ല. നിലവിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗതയൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലൊരു ചെറിയ തോതിൽ ഒരു മുന്നൊരുക്കം നടത്തേണ്ടതായിട്ടുണ്ട്. ആശങ്ക എന്നതിനപ്പുറം മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് സർക്കാരിൽ നിന്നും ഒക്കെ അത്തരത്തിൽ മുൻകരുതലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ എന്തായാലും ചെന്നൈയിൽ ഇപ്പോൾ ചെറുതായി മഴ പെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ച മുതൽ തന്നെ ചെറുതായി ചെന്നൈയിൽ മഴയുണ്ട്. ഇത് വൈകിട്ടോടുകൂടി അതിതീവ്രമാകും. ഒപ്പം തന്നെ ചെന്നൈ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, തിരുവള്ളൂർ ജില്ലകളിലാണ് ഇന്ന് വൈകിട്ട് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. ശരിക്കും ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ ഒരു ഏറ്റവും മൂർത്തഭാവം, അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന മഴ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് നാളെയാണ്. മയിലാടുതുറൈ, വിഴുപ്പുറം, തഞ്ചാവൂർ ജില്ലകളിലൊക്കെ, തിരുവാറൂർ ജില്ലകളിലൊക്കെ നാളെ കനത്ത മഴ പെയ്യും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിശക്തമായ മഴയുണ്ടാകും. ഒപ്പം ചെന്നൈയിലടക്കവും നാളെ ശക്തമായ മഴയുണ്ടാകും. ഇപ്പോൾ തന്നെ ഏതാണ്ട് വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്ക്, ഒപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അടയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ചുഴലിക്കാറ്റ് വന്നതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് ജനങ്ങളും ഒപ്പം തന്നെ സർക്കാരും കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മഴ അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഫിഞ്ചാലിന്റെ സഞ്ചാരഗതി എന്താണ് എന്നുള്ളതാണ്. അതൊന്ന്. പിന്നെ ഇത് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയുന്നു കുറച്ചെങ്കിലും. അപ്പോൾ അതിന്റെ സ്വഭാവം ഏത് രീതിയിൽ മാറും എന്ന് പറയാൻ കഴിയുന്നില്ല പൂർണ്ണമായും. അപ്പോൾ അതിന് സഞ്ചാരഗതി അറിയണം. പിന്നെ അത് വരികയാണെങ്കിൽ, ഈ തീരത്തേക്ക് വീശി അടിക്കുകയാണെങ്കിൽ ഒരു മുൻകരുതൽ അവിടെ സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ അധികൃതർ? ഇതിൽ ആദ്യത്തേത്, നിലവിൽ ഇത് ഇപ്പോഴും ചെന്നൈയിൽ നിന്നും 400 കിലോമീറ്റർ അകലെയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ പുതുച്ചേരിക്ക് അരികിലായിട്ടാണ് ഈ കാറ്റിൻ്റെ ഏറ്റവും അധികം തീവ്രത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മഴ ഏറ്റവും കൂടുതൽ പുതുച്ചേരിയിലാണുള്ളത്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അതൊരു അതിതീവ്ര മഴ എന്നുള്ള തരത്തിലേക്കൊന്നും പോയിട്ടില്ല. തീവ്രമായ മഴ പെയ്യുന്ന ഒറ്റപ്പെട്ട ജില്ലകൾ കഴിഞ്ഞ 2-3 ദിവസമായി തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ അതിൻ്റെ എണ്ണം ഇന്നും നാളെയും വർദ്ധിക്കും എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമായും അതിന്റെ അപ്ഡേറ്റുകൾ വരും മണിക്കൂറിൽ കൂടുതൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും റഹീസിലേക്ക് എത്താം.